نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم فقد قال الله سبحانه وتعالى في كلامه العزيز بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان ആദരണീയരായ ഉസ്താദുമാർ, വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിരിക്കുന്ന പ്രിയ പിതാക്കന്മാർ, ഉമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാർ, വിശിഷ്യ ഈ സ്ഥാപനത്തിൻ്റെയും ഈ നാടിൻ്റെയും ശ്രദ്ധേയമായ ഭാഗമായി മാറിയിരിക്കുന്ന പരിശുദ്ധവും പരിപാവനവുമായ ഖുർആൻ നെഞ്ചിലേറ്റിയ ഹാഫിളീങ്ങൾ, ഹാഫിളാത്തുകൾ, ദീനി മദാരിസുകളിലെ കുസുമങ്ങളും വിനോദവും സന്തോഷവുമാകുന്ന വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, ഈ വൈകിയ വേളയിൽ ഒരു സുദീർഘമായ സംസാരത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല. ദീർഘമായ വീക്ഷണത്തോടു കൂടിയുള്ള സന്ദർഭവും സാഹചര്യത്തിനും അനുസൃതമായും ഈ ദീനി സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ടതായ നിർദ്ദേശ ഉപദേശങ്ങളുമൊക്കെ കൂട്ടുകാരായ ഉസ്താദുമാർ, ആലിമീങ്ങൾ സദസ്സിന് മുമ്പാകെ അവതരിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധമായ റമദാൻ നമ്മളുടെ മുമ്പിൽ സമാഗതമായിരിക്കുന്ന ഈ കാലയളവിൽ പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകിയാൽ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നതാണ്. നാം ആരും ഇശാ നമസ്കരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ആ നിലയിൽ കൂടി ഒരു നീണ്ടതായ സമയത്ത് നിങ്ങളെ ഇനിയും ദീർഘിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാനസികമായി അനുവദിക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഓതിവെച്ച ആയത്തിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് നമുക്ക് താൽക്കാലികമായി പിരിയാവുന്നതാണ്. അള്ളാഹു നമ്മളുടെ നന്മകളെ സ്വീകരിക്കുമാറാകട്ടെ. നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ, അപകടകരമായ, വളരെ ക്രൂരമായ ഒരു ജീവിത സാഹചര്യത്തിന്റെ ചുറ്റുപാടുകളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സാമൂഹികവും സാമുദായികവും രാഷ്ട്രീയവും ഭൗതികവും വിദ്യാഭ്യാസ മേഖലകളിലുമെല്ലാം ബന്ധപ്പെടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെ കൊണ്ട് സങ്കീർണമായിരിക്കുന്ന 1000 മുറിവുകൾ പേറി സഞ്ചരിക്കുന്ന മനോമുഖരങ്ങളുമായിട്ടാണ് ഇന്ന് സമൂഹമധ്യേ ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ എന്ന് പറഞ്ഞത് സമൂഹത്തിലെ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ മറ്റേതെങ്കിലും കുടുംബപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല. സൃഷ്ടാവ് ലോകത്തിനോട് സംബോധന ചെയ്ത മനോഹരമായ സുന്ദരമായ ഒരു വാക്കാണ് യാ അയ്യുഹന്നാസ്. അല്ലയോ മനുഷ്യ സമൂഹം, മനുഷ്യ കുടുംബത്തെ ഏത് നിലയിൽ കൂടിയിട്ട് യോജിപ്പിക്കാൻ
മനുഷ്യന് മണ്ണിൽ താമസിക്കുന്നതിന് സമാധാനം ലഭ്യമാകുവാൻ, മാനുഷിക സൗഹാർദ്ദത്തെയും മാനുഷിക മൂല്യങ്ങളെയും കാത്തുസൂക്ഷിക്കപ്പെടുവാൻ, മനുഷ്യനെ മനുഷ്യഗണത്തിൽ തന്നെ ഉൾപ്പെടുത്തി കണ്ടുകൊണ്ടുള്ള ഒരു വീക്ഷണത്തോടുകൂടി ജീവിക്കുന്നതിന് വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്താണ് ഇതിന് പരിഹാരം? ലോകത്ത് നമ്മൾ ഓരോരുത്തരും ഓരോ ദിനവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. നമ്മൾ മുമ്പൊക്കെ പറയുമായിരുന്നു, നമ്മളുടെ രാജ്യത്ത് വളരെ സ്വസ്ഥമാണ്, സമാധാനമാണ്. ഇസ്ലാമിക സംസ്കാരത്തിന്റെ വക്താക്കൾ എന്നറിയപ്പെടുന്നവരുടെ ഇടയിൽ പോലും ഭീകരതകളും തീവ്രതകളും അനാവശ്യവും അക്രമങ്ങളും അനീതികളും നടമാടപ്പെടുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിരിമാറുകളിലേക്ക് വളരെ സ്വസ്ഥമായ ആരാധനാ കർമ്മങ്ങൾ നിറവേറ്റുന്നതിന്, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൂടെ സഞ്ചരിക്കുന്നതിന് യാതൊരു മറകളുമില്ലാതെ മനുഷ്യ കുടുംബങ്ങൾ ഒന്നായി കഴിഞ്ഞിരുന്ന ഒരു മാനുഷിക മൂല്യത്തിന്റെ നിറകുടമായിരുന്ന ഇന്ത്യ രാജ്യം ഇന്ന് വഴിമാറിപ്പോയിരിക്കുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഒരാൾക്കും ഈ കാര്യത്തെ പരാമർശിക്കാതെ ഇന്നത്തെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. എന്താണ് നാം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ പരിഹാരം? ഏത് മാർഗത്തിലൂടെ നമുക്ക് ഈ ഭൂമിയിൽ സമാധാനം ലഭ്യമാകും? ഏത് കാര്യങ്ങളിലൂടെ ഈ രാജ്യത്തെ മനുഷ്യന്മാരെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കാണാൻ കഴിയും? ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടികളിൽ ഏറ്റവും സമുന്നതമായതും സാംസ്കാരികമായതും തുല്യതയില്ലാത്തതുമായ ഒരു വിഭാഗം സൃഷ്ടികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ കുടുംബമായി സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യ കുടുംബത്തിന് മറ്റേത് സൃഷ്ടികളെക്കാളും അത് അള്ളാഹുവിന്റെ ഇബാദത്തിൽ മാത്രമായി അള്ളാഹുവുമായി ലയിച്ചു ചേർന്നിരിക്കുന്ന, അള്ളാഹുവുമായി ആത്മീയമായി കഴിഞ്ഞുകൂടുന്ന ഒരു വിഭാഗം ആൾക്കാരാണെങ്കിലും അവരെക്കാളെല്ലാം ഉപരിയായ സ്ഥാനം നൽകി ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിഷ്ഠമായ മനോഹരമായ ഒരു ജീവിത പാന്താവിലൂടെയാണ് മനുഷ്യ സമൂഹത്തിന് അല്ലാഹു സൃഷ്ടിപ്പ് നൽകിയിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. മനുഷ്യ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ വാക്കാണ് വലഖദ് ഖറംനാ ബനി ആദം. മനുഷ്യ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുന്നു. മാനുഷിക മൂല്യങ്ങളുടെ മതസൗഹാർദ്ദങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മനുഷ്യൻ എന്ന നിലയിൽ, ഇൻസാൻ എന്ന നിലയിൽ കൂടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ലോകത്ത് കഴിഞ്ഞുകൂടുന്ന ജീവജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സമൂഹമായി മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് അല്ലാഹു വളരെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട്. സങ്കീർണമായ ഈ മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ സങ്കീർണമായ സാഹചര്യങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? പരിഹാരമാർഗം എന്താണ്? അവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ സന്ദർഭത്തിൽ നാം ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും. ഞാൻ എൻ്റെ സദസ്സുകളൊക്കെ ഏകദേശം ഒരു 10-15 വർഷമായി മാനസികമായി സങ്കുചിതമായ അല്ലെങ്കിൽ മാനസികമായ ഇടുക്കത്തിലും മാനസികമായ ഞെരുക്കത്തിലും പല രാത്രികളിലും ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ ആ സാമൂഹികമായ ചുറ്റുപാടുകൾ നീങ്ങുന്നുള്ള കാര്യം ഞാൻ പറയാതെ മീഡിയകളുമായി അതേ പ്രകാരം തന്നെ വർത്തമാന കാലഘട്ടത്തിലെ വിവരങ്ങളുമായി എന്നേക്കാൾ ഉപരിയായി വിശദമായ വിജ്ഞാനമുള്ള ഈ സമൂഹത്തിനോട് എനിക്കതുമായി യാതൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തിത്വം എന്ന നിലയിൽ കൂടിയിട്ട് അത് വിശദീകരിക്കാനോ അതിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് പറയുവാനോ ഞാനിപ്പോൾ മുതിരുന്നില്ല, അതിനുള്ള സമയവുമല്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും നമ്മൾ ജീവിക്കുന്ന ഈ സാമൂഹികമായ ചുറ്റുപാടിനെ ഒരു മനുഷ്യ കുടുംബത്തിന്റെ മാന്യതയിലേക്കും അതിന്റെ സമാധാനത്തിലേക്കും അതിന്റെ നീതിയിലേക്കും അതിന്റെ സത്യമായ സുതാര്യമായ വഴിയിലേക്കും ഈ മനുഷ്യന്റെ മനസ്സുകളെ അടുപ്പിക്കേണ്ടതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം വളരെ നിർണായകമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു
പോകുന്നത് എന്ന കാര്യം അടിവരയിടേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ എന്ത് ചെയ്യാൻ കഴിയും, നാം എന്ത് ചെയ്യാനാണ്? അധികാരം നമ്മുടെ കയ്യിലില്ല, അതേ പ്രകാരം സമ്പത്ത് നമ്മുടെ കയ്യിലില്ല, ഔദ്യോഗിക മേഖലകൾ നമ്മുടെ കയ്യിലില്ല. നാം എല്ലാം നിരാലംബരായ നിലയിൽ കൂടിയിട്ട് ആരും സഹായിക്കാനില്ലാത്ത ഒരു പിടിക്കയറുമില്ലാത്ത നിലയിലൂടെയുള്ള ജീവിതമാണോ എനിക്കും നിങ്ങൾക്കുമുള്ളത് എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തിനോട് ഈ മനുഷ്യ സമൂഹത്തിന്റെ മാനസികമായ നിർവീര്യം നഷ്ടപ്പെട്ടു പോകാതെ മനുഷ്യ കുടുംബത്തിന്റെ ഐക്യതയും അതിന്റെ ദാർഢ്യതയും അതിന്റെ ധീരതയും അതിന്റെ തത്വമായതായ മേഖലയിലുള്ള ജീവിത മേഖലകളും സംരക്ഷിക്കപ്പെടുന്നതിന് ഏക വഴി മാത്രമാണ്, ഒരേ ഒരു വഴി മാത്രമാണ്. അത് പരിശുദ്ധമായ ഖുർആനിന്റെ വഴിയാണ്, പരിശുദ്ധമായ ദീനിന്റെ വഴിയാണ്. ലോകത്തിന്റെ ആരംഭം മുതൽ ലോകത്തിന്റെ അവസാനം വരെയും ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള നവോത്ഥകന്മാരായ മുഴുവൻ ആൾക്കാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി വസിയ്യത്ത് ചെയ്തത് എന്നത് നിങ്ങൾക്കറിയുമോ? അവരുടെ എല്ലാവരുടെയും ദീനിന്റെയും അല്ലെങ്കിൽ സമൂഹത്തിന്റെയും ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ മേഖലകളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വസിയ്യത്ത്, അല്ലാഹുവിന്റെ നിർബന്ധമായ ഉപദേശം, അത് പ്രവാചകനെന്നില്ല, നല്ലവരെന്നില്ല, ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യ സമൂഹത്തിന്റെയും മനോവികാരത്തിൻ്റെതായ ഏതെങ്കിലും തുടിപ്പുകൾ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ, മനുഷ്യ കുഞ്ഞുങ്ങളോട് കരുണയുണ്ടെങ്കിൽ ആ മനുഷ്യ കുടുംബത്തെ ഒന്നായി കാണാനുള്ള മനോവികാരമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മാന്യതയെന്നും മനുഷ്യ കുടുംബത്തിൻ്റെതായ രക്തം, മനുഷ്യ കുടുംബത്തിന്റെ അഭിമാനം, മനുഷ്യ കുടുംബത്തിൻ്റെതായ തത്വസന്ധയും രീതിയുമെല്ലാം എന്റെയും നിങ്ങളുടെയും അഭിമാനമാണ്, എന്റെയും നിങ്ങളുടെയും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട കാര്യമാണ്. ആരെയെങ്കിലും പഴിചാരിയിട്ട് കാര്യമില്ല. പഴിചാരേണ്ടത് ഞാനാണ്, ഞാൻ എന്നെ സംബന്ധിച്ചാണ്. നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിനോട് കൂടിയാണ് ആലോചിക്കുന്നത്. ലാ തലൂമൂനി വലൂമു അൻഫുസകും. ദീനിന്റെ പ്രത്യക്ഷമായ നിർദ്ദേശമാണ്, ഉപദേശമാണ്. പ്രശ്നങ്ങൾ വരുമ്പോ എക്സ് ആണ്, വൈ ആണ്, ഇസഡ് ആണ്, എ ആണ്, ബി ആണ്, സി ആണ്, ഡി ആണ്. ഇല്ല, ഞാനാണ് പ്രശ്നക്കാരൻ, ഞാനാണ്. ലാ തലൂമൂനി വലൂമു അൻഫുസകും. സ്വന്തം മാറിലേക്ക് കൈവെക്കാനാണ് പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം. ഞാനും നിങ്ങളും ഈ നിലയിൽ കൂടിയിട്ട് എന്റെയും നിങ്ങളുടെയും മനോവികാരങ്ങളെ മാനുഷിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ കുടുംബത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടും മനുഷ്യ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടും മനുഷ്യ കുടുംബത്തിന്റെ സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടും വേണ്ട ഏറ്റവും താഴ്ന്ന പടിയിൽ അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യ കുടുംബത്തിലെ അംഗമായിട്ടെങ്കിലും ഈ ലോകത്തെ രാജ്യത്ത് താമസിക്കുന്ന മുഴുവൻ ആൾക്കാരെയും കാണാനുള്ള മനോവികാരം ഈ ലോകത്ത് ഉടലെടുക്കേണ്ടതായിട്ടുണ്ട്, ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് അതിന് ഭൂമരി, എന്താണ് അതിന് പരിഹാര മാർഗം? ലോകത്തുള്ള എല്ലാ നവോത്ഥകന്മാരോടും അള്ളാഹു നിശ്ചയിച്ച നിർദ്ദേശിച്ച ഉപദേശമാണ് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം പറയുവാൻ, പരിശുദ്ധ ഖുർആനിന്റെ സ്ഥാപനങ്ങളുടെ മഹത്വം പറയുവാൻ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. തീർച്ചയായും ആ വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പ്രിയ ഉസ്താദുമാർ, പ്രിയ ശിഹാബുദ്ദീൻ മൗലവി, എന്റെ പ്രിയ കൂട്ടുകാരൻ സൈനുദ്ദീൻ മൗലവി ഒക്കെ ഇതിനെ സംബന്ധിച്ച് സ്ഥാപനത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും പരിശുദ്ധമായ ഖുർആനിന്റെ വഴിയാണ് ലോക സമാധാനത്തിന്റെ വഴി. ഖുർആൻ ലോകത്തിനോട് നിർദ്ദേശിക്കുന്ന ഉപദേശം എന്താണ്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ പേര് പറഞ്ഞിട്ട് ഖുർആനിൽ ജനങ്ങളെ ഒന്നായി ചിത്രീകരിച്ചിട്ടില്ല. മറിച്ച് മാനുഷിക മൂല്യങ്ങളെ അടിവരയിട്ടുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ കുടുംബമേ, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജീവിതത്തിന്റെ വഴിയെ കണ്ടെത്തി തരുമ്പോൾ അല്ലാഹു നിങ്ങളെ വ്യത്യസ്ത കുടുംബങ്ങളായി, ഗോത്രങ്ങളായി നിശ്ചയിച്ചത് പിടിവാശിക്ക് വേണ്ടിയിട്ടല്ല, പക്ഷപാതത്തിന് വേണ്ടിയിട്ടല്ല, അനീതിക്ക് വേണ്ടിയിട്ടല്ല, അക്രമത്തിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോ നിങ്ങൾ മനുഷ്യനായി ജീവിക്കണം, പരസ്പരം പരിചിതരായി ജീവിക്കണം. മനുഷ്യന്റെ പേരെന്തായിരുന്നു നോക്കലല്ല, മനുഷ്യന്റെ ലിംഗത്തിന്റെ അടയാളം നോക്കലല്ല, മനുഷ്യൻ ആണാണോ പെണ്ണാണോ നിശ്ചയിക്കലല്ല. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടെല്ലാം ഈ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരമായി നിർദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്.
പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിന്റെ വാക്കാണ്. മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണാകട്ടെ പെണ്ണാകട്ടെ അവന്റെ കർമ്മം നന്നായിരുന്നാൽ, അവന്റെ പ്രവർത്തനം നല്ലതായിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുന്നു, അവിടെ എവരിവൺ ആരുമാകട്ടെ, ആര് ഈ ലോകത്ത് ജീവിക്കുന്നു, ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യന്മാരും ഈ മനുഷ്യ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സലാഹിയത്തിന്റെ നന്മയുടെ വഴിയിലേക്ക് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിബന്ധന വെക്കുന്നു, വഹുവ മുഅ്മിൻ. അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അവൻ സത്യസന്ധനായിരിക്കണം. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവരുടെ ജീവിതത്തിൻ്റെതായ മേഖലകളിൽ സൃഷ്ടാവിനെ അറിയുകയും സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുകയും സൃഷ്ടാവിന്റെ നിയമ പരിധികളെ ലംഘിക്കാതെയും ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് ആ സത്യത്തിന്റെയും സമാധാനത്തിന്റെയും നീതിയുടെയും വഴിയിലൂടെ ജീവിക്കുന്ന ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവരുടെ ജീവിതത്തിന്, ഭൂമിയിലെ അവരുടെ ജീവിതത്തിന് വളരെ പരിശുദ്ധമായ, വളരെ സമ്പൂർണമായ, വളരെ സമാധാനപരമായ ഒരു ജീവിതം അവർക്ക് നാം നൽകുക തന്നെ ചെയ്യും. ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. എന്റെ പേരിൽ ഈ പറയുന്ന മതത്തിന്റെയോ സമൂഹത്തിന്റെയോ മറ്റേതെങ്കിലും പേരുകളുടെ പേരിലല്ല. മൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ഉലമാക്കൾ ഇവിടെയുണ്ട്, പ്രിയ കൂട്ടുകാരിവിടെയുണ്ട്, ഹാഫിളീങ്ങൾ, ആലിമീങ്ങൾ, ഫത്വ കൊടുക്കാൻ കഴിവുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. അതിനൊന്നും യോഗ്യതയുള്ള ആളല്ല ഞാൻ. പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരനായി ഈ നാടുമായിട്ട്, എന്റെ കുടുംബവുമായിട്ട്, എന്റെ വ്യക്തി ജീവിതവുമായിട്ട്, എന്റെ പഠനകാലവുമായിട്ട് വളരെയധികം അഭേദ്യമായ ബന്ധമുള്ള ഒരു പ്രദേശവും എന്റെ മനസ്സിലുള്ള ഒരു സ്ഥലവും എന്ന നിലയിൽ കൂടിയിട്ട് മാത്രം ഞാൻ ഇവിടെ വന്നുപോയതാണ്. അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളുടെ ഈ ജീവിതത്തിന്റെ ഇടവേളകളിൽ ഉണ്ടായിരിക്കുന്ന ഈ കലുഷിതമായ അന്തരീക്ഷത്തിന് പരിഹാരമാർഗം ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ നന്മയുടെ വഴിയിലേക്ക് വരണം. മൻ അമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തിന്റെ സംശുദ്ധമായ വഴിയിലൂടെ. എന്താണ് സൽക്കർമ്മം? അത് സൽക്കർമ്മത്തിന്റെ പേര് സത്യസന്ധതയാണ്, നീതിയാണ്, സമാധാനമാണ്. ഈ മൂന്ന് കാര്യങ്ങളെയും സമ്മേളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിനെ എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹു വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്റെയും നിങ്ങളുടെയും ആത്മീയമായ ഭൗതികമായ ജീവിത മേഖലകളിലെ സന്തുഷ്ടമായ ഒരു ജീവിതത്തിന്റെ ചുറ്റുപാടാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് മനുഷ്യനാരായിരുന്നാലും മനുഷ്യന്റെ ജീവിതത്തിന്റെ മനോമുഖരങ്ങളിലുള്ള ചിന്താഗതി എന്റെ ജീവിയോട്, എന്റെ സഹപാഠിയോട്, എന്റെ അയൽവാസിയോട്, എന്റെ കുടുംബാംഗത്തിനോട്, എന്റെ നേതാവിനോട്, എന്റെ സമുദായത്തിൻ്റെതായ നേതൃത്വത്തിനോട്, എന്റെ കീഴിൽ താമസിക്കുന്നവരോട്, ആരോടായിരുന്നാലും ശരി, സത്യത്തിന്റെയും സമാധാനത്തിന്റെയും നീതിയുടെയും മാർഗത്തെ അവഗണിച്ചുകൊണ്ട് ഈ ലോകത്ത് ആരെന്ത് നടപടികൾ നടത്തിയാലും ശരി സമൂഹം ഭിന്നിക്കും. സമൂഹത്തിൽ രക്തചീന്തലുകൾ ഉണ്ടാകും, അഭിമാനം ചോദ്യം ചെയ്യപ്പെടും, അഭിമാനം പരീക്ഷണമാക്കി മാറ്റപ്പെടും. വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, രക്തപ്പുഴകൾ, മൺതരികൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ ആഗ്രഹത്തിന്റെ പശ്ചാത്തലം പൂർത്തീകരിച്ചു കൊടുക്കുന്നത് എന്റെ പ്രവർത്തനമാണ്, എന്റെ ജീവിതത്തിൻ്റെതായ നീക്കങ്ങളാണ്, ചലനങ്ങളാണ്. ആ ചലനങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മൻ അമില സാലിഹൻ. ആർക്കെങ്കിലും സൽക്കർമ്മങ്ങളിലൂടെ, സത്യസന്ധതയിലൂടെ, സമാധാനത്തിലൂടെ ഒരു മനുഷ്യ കുടുംബത്തിലെ അംഗങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് മുമ്പോട്ട് ജീവിക്കാൻ ആർക്കെങ്കിലും മനസാക്ഷി ഉണ്ടായാൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. ഈ വാക്ക് പറയുന്നത് സാധാരണ നിലയിലല്ല. അല്ലാഹുവിന്റെ ഒരു വാക്കെന്ന് പറയുന്നത് ആ വാക്കിനേക്കാൾ ഉപരിയായി ആർക്കും പറയാൻ സാധിക്കുകയില്ല. നിങ്ങൾ ചോദിച്ചു നോക്കൂ ഉലമാക്കളോട്, ഹാഫിളീങ്ങളോട്, ഈ വാക്കിൽ അല്ലാഹു എത്ര താക്കീദിന്റെ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും 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 എന്ന് പറയുന്ന പദപ്രയോഗത്തെ ആമുഖമായി പറഞ്ഞിട്ടാണ് അല്ലാഹു പറയുന്നത്. അങ്ങനെയുള്ളവർക്ക്, സൽക്കർമ്മകാരികൾക്ക്, സത്യത്തിന്റെ വഴിയിൽ ജീവിക്കുന്നവർക്ക്, സമാധാനത്തിന്റെ വഴിയിൽ ജീവിക്കുന്നവർക്ക്, നീതി കാണിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രാജ്യത്ത് സമാധാനം നൽകുക തന്നെ ചെയ്യും എന്ന സന്നിഗ്ധമായി പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഖുർആനിന്റെ മഹത്വം ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ പറയപ്പെട്ടു. ആ ധാരാളമായ വിശദമായ മാർഗങ്ങളിലൂടെ ഇവിടെ സംസാരിക്കപ്പെട്ടു. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ഒരു സമ്പുഷ്ടമായ, നിങ്ങൾക്ക് ഞാൻ ഒരു ഐക്യത്തിന്റെ, നിങ്ങൾക്കൊരു രാജ്യത്ത് ഒരു സമത്വത്തിന്റെ, നീതിയുടെ, സത്യത്തിന്റെ, സമാധാനത്തിന്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും എന്ന് പരിശുദ്ധ
പരിശുദ്ധമായ ഖുർആൻ പ്രവചിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സത്യത്തിന്റെയും സമാധാനത്തിന്റെയും നീതിയുടെയും വഴിയെ മുറുകെ പിടിച്ചുകൊണ്ട് സൽക്കർമ്മകാരികളായി ഭൂമിയിൽ ജീവിച്ചാൽ ആ ജീവിതത്തിന് അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ് തീർച്ചയായും സുഭിക്ഷമായ സന്തോഷമായ ഒരു ജീവിതം നിങ്ങൾക്ക് നൽകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും ഖുർആനിന്റെ വിശാലതയിലേക്ക്, ഖുർആനിന്റെ വിരുന്ന് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആരൊക്കെയോ എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും. അറബി ഭാഷയുടെ അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ പടുകൂറ്റൻ കേന്ദ്ര ബിന്ദുക്കളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കലായിരിക്കുമോ? ഇല്ല, സരളമാണ്, ലളിതമാണ്, മനോഹരമാണ്. ആ ഏത് സമൂഹത്തിന്റെയും മനോമുഖരങ്ങളെ കീഴടക്കുന്നതിന് ഇതിനോളം കഴിവുള്ള എന്തെങ്കിലും ഒരു വസ്തു ലോകത്തെവിടെയെങ്കിലും ആർക്കെങ്കിലും അവതരിപ്പിക്കാൻ കഴിയുമോ? തീർച്ചയായും ഇല്ല എന്നത് ലോകം അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. അതിൽ ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഒരു ചിന്തകനോ ഒരു രാക്ഷസനോ ഏതെങ്കിലും നിലയിലുള്ള ഒറ്റപ്പെട്ട അഭിപ്രായം പറയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് തീർച്ചയായും ഖുർആനിനെ അത് ബാധിക്കുകയില്ല. ഇത് സത്യത്തിൽ മനുഷ്യനെ അത് ബാധിക്കുകയില്ല. മറിച്ച് ഖുർആനിനെ ഉൾക്കൊള്ളുന്ന ഓരോ മനുഷ്യരും അതേ പ്രകാരം ലോകത്ത് ബുദ്ധിരാക്ഷസന്മാരായി ലോകത്ത് മനുഷ്യ മനസ്സുകളിൽ സ്ഥാനം നൽകിയിട്ടുള്ള ഏത് ബുദ്ധിജീവികളാണെങ്കിലും അവരെല്ലാവരും ഒന്നടങ്കം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധമായ ഖുർആനിന്റെ വശീകരണം. ആ ഖുർആനിന്റെ ഭാഷയാണ്, ആ ഖുർആനിന്റെ നിർദ്ദേശമാണ്. നിങ്ങൾ സൽക്കർമ്മികളാണോ? നിങ്ങൾ സത്യത്തിന്റെ അകലുകാരാണോ? നിങ്ങൾ സമാധാനകാംക്ഷികളാണോ? നിങ്ങൾ മനുഷ്യനെ ഒന്നായി കാണാൻ ആഗ്രഹിക്കുമോ? തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ സുഭിക്ഷമായ സന്തോഷമായ ഒരു ജീവിതം നൽകുന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. പരിശുദ്ധമായ സൽക്കർമ്മങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുമായി ചേർത്ത് പറയാൻ ആരംഭിച്ചാൽ സമയം ദീർഘമാണ്. പക്ഷെ അതിനുള്ള അവസരമല്ലാത്തതിന്റെ പേരിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു അവസരത്തിലാകാം എങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട ഓതിവെച്ച ആയത്തിന്റെ അർത്ഥം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ഭാഗത്തിലേക്ക് പെടുത്തുകയാണ്. നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു ലോകത്ത് ഒരു തത്വശാസ്ത്രമുണ്ട്. ലോക ജനതയ്ക്ക് അവരുടെ ഐക്യത്തിന്റെയും അവരുടെ സമാധാനത്തിന്റെയും വഴിയിലൂടെ ജീവിക്കാനുള്ള ഒരു നിർദ്ദേശ ഉപദേശങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകളാണ്. ആയത്ത് പൂർണ്ണമായി ഓതി അവതരിപ്പിക്കുന്നില്ല. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സത്യം, നിങ്ങൾക്ക് നീതി അത് ഈ ലോകത്ത് ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനുള്ള ഒരു വഴി, ഒരു നിയമ സംഹിത, ഒരു സംസ്കാരത്തിന്റെ ഗോപുരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്ത് എന്ന് പറയുന്ന പദം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. വാപ്പ മരണപ്പെട്ടപ്പോ എന്നൊക്കെ പറഞ്ഞു മക്കളെ, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം തന്റെ ജീവിതത്തിൻ്റെതായ നേർക്ക് നേരെ താൻ പോകാൻ പോകുന്ന യാത്രയെ സംബന്ധിച്ച് ആഖിറത്തിൻ്റെതായ ലോകത്തെ നേർക്ക് നേരെ കാണുമ്പോ മകനെ വിളിക്കുന്നു, മകളെ വിളിക്കുന്നു, പിതാവിനെ വിളിക്കുന്നു, അവരോട് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. എന്താണ് തന്റെ ജീവിതത്തിന്റെ ബാക്കി പത്രങ്ങൾ ഇതെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഒരു വസിയ്യത്തിന്റെ ഗൗരവം എനിക്ക് നിങ്ങൾക്കും അറിയാമെങ്കിൽ അതേ പ്രകാരം അല്ലാഹു നിർബന്ധമായും പറഞ്ഞ ഒരു വാക്കാണ് വസിയ്യത്തിൻ്റെതായ വാക്ക്. ഈ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനോട് ചേർത്തതുപോലെ തന്നെ മാതാവിനോടും പിതാവിനോടും ചേർത്ത് പറയുന്നുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ നീണ്ട അധ്യായങ്ങളാണ്. ആ സംസാരത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായിരുന്നാലും സത്യവും സമാധാനവും നീതിയും ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന് ഈ രാജ്യത്ത് അത് വീണ്ടെടുക്കാനുള്ള ഏക മാർഗം അല്ലാഹു നിയമമാക്കിയ, സൃഷ്ടാവ് നിയമമാക്കി തന്ന ആ വാന്താവ് മാത്രമാണ്. എന്താണ് വസിയ്യത്ത്? അൻഅഖീമുദ്ദീന. നിങ്ങൾ ഈ പരിശുദ്ധവും പരിപാവനവുമായ ദീനിനെ ലോകത്ത് നിലനിർത്തണമെന്നുള്ളതാണ്. ദീൻ എന്ന് പറയുന്ന ഒരു വസ്തുത അത് ഏകദേശം നമ്മുടെ ആരുടെയെങ്കിലും കരങ്ങളാൽ രൂപീകൃതമായ അല്ലെങ്കിൽ ആൾ ദൈവങ്ങളുടെ ചിന്തയിൽ ഉടലെടുത്ത അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാചകന്മാരുടെയോ അല്ലെങ്കിൽ മാലാഖമാരുടെയോ ചിന്താഗതിയിൽ രൂപപ്പെട്ട ഒരു വസ്തുതയല്ല. മറിച്ച് ആ വസ്തുതയുടെ മുഴുവൻ ആധിപത്യവും അതിന്റെ മുഴുവൻ ആധികാരിക മേഖലകളും അല്ലാഹുവിൽ മാത്രമാണ്. ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആന വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു
അള്ളാഹുവിന്റെ സംരക്ഷണയിൽ മാത്രം സൂക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ വാക്കാണ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചെയ്യുന്ന വസിയ്യത്ത്, നിർബന്ധമായ ഉപദേശം ഈ ദീനിനെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. ആ ദീനിനെ നിലനിർത്തുന്നതിന് അല്ലാഹു നിശ്ചയിച്ച 2 നിബന്ധനകളാണ് ഞാൻ പറഞ്ഞത്. മൻ അമില സാലിഹൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മത്തിന്റെ വഴിയിലൂടെ ജീവിച്ചു, വഹുവ മുഅ്മിൻ, അവൻ സത്യത്തിന്റെ അകലുകാരനായിരിക്കുന്നതിനോട് കൂടി ആരെങ്കിലും ആ വഴിയിൽ ജീവിച്ച് സൽക്കർമ്മികളായി ലോകത്ത് ജീവിച്ചാൽ അവർക്ക് സമാധാനത്തിന്റെ ജീവിതം നൽകാം, ഐക്യത്തിന്റെ ജീവിതം നൽകാം, സുരക്ഷിതത്വം നൽകാം, നിങ്ങൾക്ക് സമാധാനം നൽകാം എന്ന് പരിശുദ്ധമായ ഖുർആൻ വാഗ്ദാനം ചെയ്യുമ്പോൾ ആ വാഗ്ദാനത്തിന്റെ വഴിയുടെ പേരാണ് പരിശുദ്ധമായ ദീൻ. ആ ദീനിനെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം. ഇനി ദീനിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന്റെ രൂപങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഭാവനയിലും നമ്മുടെ ചിന്തയിലും നമ്മുടേതായ സാഹചര്യത്തിലുമൊക്കെ വന്നുകൂടുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ പേരാണോ ദീൻ? പ്രിയ ശിഹാബുദ്ദീൻ മൗലവി ഇവിടെ സംസാരിച്ചു. തന്റെ ജീവിതത്തിന്റെ പരിശുദ്ധമായ ദീനി സ്ഥാപനത്തിന്റെ പ്രാമുഖ്യം, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നതിനെയും കാര്യങ്ങളെ പറ്റി വളരെ ഊന്നി പറഞ്ഞതായ കൂട്ടത്തിൽ നാം നടന്നുകൊണ്ടിരിക്കുന്നതായ ഇന്നത്തെ സമൂഹത്തിൽ മഞ്ഞ കല്യാണവും പച്ച കല്യാണവും മൈലാഞ്ചി കല്യാണവും എന്ന് വേണ്ട മറ്റെല്ലാ പേരുകളിലുമായിട്ട് നടത്തപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ആവശ്യകത അതിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ചും അതിന്റെ ആഴമേറിയ ചില തെറ്റായ രീതികളെ സംബന്ധിച്ചും ഒക്കെ പരാമർശിക്കപ്പെടുകയുണ്ടായി. തീർച്ചയായും പരിശുദ്ധമായ ദീനിനെ നിലനിർത്തപ്പെടുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അന്ത്യം കുറിക്കുകയാണ്. തീർച്ചയായും അത് ലോകത്ത് നിന്ന് തേഞ്ഞുമാഞ്ഞു പോവുകയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദീനില്ലായ്മയാണ് ഏറ്റവും വലിയ പരാജയം. ആ ദീനിനെ നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ദീനിനെ നിലനിർത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്റ്റെപ്പ്, അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളെ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞിട്ടുള്ളത് ഫർളായ കാര്യങ്ങളോടുകൂടിയാണ്. ഇഖാമത്തുസ് സലാ, നമസ്കാരത്തെ നിലനിർത്തിക്കൊണ്ടു പോവുക, അത് ദീനിന്റേതായ സംരക്ഷണത്തിലുള്ള ഈമാനിന് ശേഷമുള്ള ആദ്യത്തെ പടിയാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് എന്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് വരുന്ന പരിശുദ്ധമായ റമദാൻ. ആ റമദാനിന്റെ രാവുകളും അതിന്റെ പകലുകളും ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമാക്കി തന്നുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിന്റെ രാവിനെ ഖുർആൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സജീവമാക്കിയപ്പോൾ അതിന്റെ പകലുകളെ ആത്മാവിന്റെ ഭക്ഷണമാകുന്ന നോമ്പ് കൊണ്ട് അല്ലാഹു സജീവമാക്കി. ആത്മീയവും ഭൗതികവുമായ 2 മേഖലകളെയും ഒരുപോലെ ഒന്നു ചേർക്കാനുള്ള ആവശ്യമാകുന്ന സ്വർഗീയ ലോകത്തിൻ്റെതായ പരിമളത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വലിയ ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത്. നോമ്പ് ആരോഗ്യത്തിന് കാരണമാണ്. നോമ്പ് ഈമാനിക സംരക്ഷണത്തിന് കാരണമാണ്. അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്, പ്രതിരോധ ശക്തിയാണ്. ഈ സമൂഹത്തിൽ നിന്നും വരുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും ഏറ്റെടുക്കാനുള്ള വെരിമാറ് എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളറകൾ ഉണ്ടാകണമോ? ഞാനും നിങ്ങളും ഉപയോഗിക്കുന്ന ആയുധമല്ല അതിന് വേണ്ടത്, പ്രതിരോധമാണ്. ആയുധമാണെങ്കിൽ അല്ലാഹു പറയുമായിരുന്നു. ആയുധം കയ്യേറിയവനെ സംബന്ധിച്ച് പറഞ്ഞത് അവനെ സമൂഹത്തിൽ കൊല ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. പരസ്പര വിരുദ്ധമായി കൈകാലുകൾ വെട്ടിയിട്ടാണെങ്കിലും ശരി, അവനോട് നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ പറഞ്ഞത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ പറഞ്ഞത് അപ്രകാരമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധവും പരിപാവനവുമായ ഈ ദീനിനെയും നോമ്പിനെയും നമസ്കാരത്തെയും അതേ പ്രകാരം തന്നെ ഇഖ്ലാസിനെയും തഖ്വയെയും ഇതിനെല്ലാം സമ്മേളിപ്പിക്കുന്ന എന്റെ ശരീരവും എന്റെ ആത്മാവും ഒരുപോലെ നാളെ സ്വർഗീയമായ ലോകത്ത് അല്ലാഹുവിലേക്ക് ലയിച്ചു ചേരാനുള്ള ഏക വഴിയാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം. നിങ്ങൾ നോമ്പനുഷ്ഠിച്ച് നിങ്ങൾ ആരോഗ്യവാന്മാരാകൂ. എന്താരോഗ്യമാണ്? 99 വയസ്സുള്ള 82 വയസ്സുള്ള 72 വയസ്സുള്ള 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടു പോകുന്ന ആയുസ് എന്താണ്? തീർച്ചയായും ഈ ആയുസ്സും ഈ ആരോഗ്യവും തന്റെ ആത്മാവിന്റെ ആയുസ്സാണ്, തന്റെ ആത്മാവിന്റെ ആരോഗ്യമാണ്. ഈ ആത്മാവിനെ ആരോഗ്യത്തോടു കൂടി എന്ന് പറഞ്ഞാൽ അല്ലാഹു എപ്രകാരം സുരക്ഷിതമായിട്ടാണോ പാപരഹിതമായിട്ടാണോ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ഈ ആത്മാവിനെ ലയിപ്പിച്ചത്, അതേ പരിശുദ്ധിയോടുകൂടി നാളെ അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ ഒരേയൊരു വഴി അല്ലാഹുവിന്റെ പരിശുദ്ധമായ വാക്കുകൾ നിബിധങ്ങളുടെ പരിവർത്തനങ്ങളിലൂടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്ന്